മാസത്തിലേറെ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് സുനിത വില്യംസും സംഘവും കടൽ തൊട്ടു. ഇന്ത്യൻ സമയം പുലർച്ചെ 3:40 ഇവരെ വഹിച്ചുകൊണ്ട് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ 9 പേടകം ഫ്ലോറിഡ തീരത്തിനു സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഗൾഫ് ഓഫ് അമേരിക്കയിൽ ഇറങ്ങിയത്. സുനിത വില്യംസിനൊപ്പം ബുച്ച് വിൽമോർ, നിക് ഹെയ്ഗ്, അലക്സാണ്ടർ ഗോർബുനോവ് എന്നീ ബഹിരാകാശ യാത്രികരാണ് നെഞ്ചിടിപ്പിക്കുന്ന നിമിഷങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് പുലർച്ചെ 3:40 ഭൂമി തൊട്ടത്. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ 9 പേടകത്തിൽ ഫ്ലോറിഡ തീരത്തിന് സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഗൾഫ് ഓഫ് അമേരിക്കയിൽ ഇറങ്ങിയ ഇവരെ 10 മിനിറ്റോളം നീണ്ട സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമാണ് MV മേഗർ എന്ന റിക്കവറി ഷിപ്പിലേക്ക് മാറ്റിയത്. 4:25 യാത്രികരെ ഓരോരുത്തരെയായി പുറത്തിറക്കിയ ശേഷം പ്രത്യേക സ്ട്രെച്ചറിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയി. പിന്നീട് നാസയുടെ ഹൂസ്റ്റണിലെ കേന്ദ്രത്തിലേക്ക് എത്തിക്കും. 2024 ജൂൺ 5 ബോയിങ്ങിന്റെ സ്റ്റാർലൈൻ പരീക്ഷണ പേടകത്തിൽ സുനിത വില്യംസും സംഘവും ISSലേക്ക് കുതിച്ചത്. വെറും 8 ദിവസം മാത്രമായിരുന്നു ദൗത്യ കാലയളവ്. എന്നാൽ സാങ്കേതിക തകരാർ കാരണം സ്റ്റാർലൈനിൽ സുനിതയ്ക്കും സംഘത്തിനും മടങ്ങിയെത്താനായില്ല. ഇരുവരുമില്ലാത്ത പേടകം ലാൻഡ് ചെയ്യിക്കുകയാണ് ബോയിങ്ങും നാസയും ചെയ്തത്. ഇന്ത്യൻ അഭിമാനമായ സുനിത വില്യംസ് 63 മണിക്കൂറും 20 മിനിറ്റും എന്ന ചരിത്ര നടത്തം പൂർത്തിയാക്കിയാണ് തന്റെ 3ാം മിഷനിൽ മടങ്ങിയെത്തുന്നത്. ന്യൂസ് ഡെസ്ക് മെട്രോ 7. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.